എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം പൂർവാർത്ഥം അധ്യായം 27 എന്ന് ആരംഭിക്കുന്നു. ഈ 27ാമത്തെ അധ്യായത്തില് ഗോവിന്ദ അഭിഷേകത്തിനെ പറ്റിയിട്ടാണ് വർണ്ണിക്കുന്നത്. വൃശ്ചിക മാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ഏകാദശി ദിവസമാണ് ഗോവിന്ദാഭിഷേകം ഉണ്ടായത്. ഗുരുവായൂർ ഏകാദശിയും ഗീതോപദേശം നടത്തുന്നതും ഒക്കെ ഈ ദിവസം തന്നെയാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ ഗോവർദ്ധന എടുത്ത് ഗോക്കളെ രക്ഷിച്ചതുകൊണ്ട് ഏറ്റവും സന്തോഷിച്ചത് ആരാ? ഗോമാതാവായ സുരഭി. ആ സുരഭി വൃന്ദാവനത്തിലേക്ക് പോവുകയാണ് ഭഗവാനെ അഭിഷേകം ചെയ്യാനായിട്ട്. ഭഗവാനില് അപരാധം പറ്റിയ ദേവേന്ദ്രനും സുരഭിയുടെ കൂടെ വന്നു. തന്നെ പോവാൻ ഒരു മടിയുണ്ട് ദേവേന്ദ്രനെ. അബദ്ധം പറ്റിപ്പോയില്ലേ, സംസ്ഥാപരാധം പറയണം ഭഗവാനോട്. സുരഭിയുടെ കൂടെ പോയി ഏകാന്തമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഭഗവാൻ അവർക്ക് ദർശനം കൊടുത്തു. രത്നഖചിതമായ കിരീടം ഭഗവത്പാദത്തിൽ സ്പർശിക്കുമാറ് ദേവേന്ദ്രൻ അഷ്ടാംഗ നമസ്കാരം ചെയ്തു. ഭക്തിയോടുകൂടിയിട്ട് അങ്ങനെ സ്തുതിക്കുകയാണ്. പിന്നെ ഐശ്വര്യമതത്താൽ പറ്റിപ്പോയ എന്റെ അപരാധം ക്ഷമിക്കണേ ഭഗവാനെ, എല്ലാം ക്ഷമിച്ച് അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞപ്പോ ഭഗവാൻ പറഞ്ഞു, സ്വർഗീയങ്ങളായ ഐശ്വര്യങ്ങളാൽ അഹങ്കാരം വർദ്ധിച്ച അങ്ങയ്ക്ക് എന്നെ അറിയാൻ സാധിച്ചില്ല. അഹങ്കാരത്തെ നശിപ്പിച്ച് അങ്ങയെ അനുഗ്രഹിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ യാഗം മുടക്കിയത്. അഹങ്കരിക്കാതെ അവനവന്റെ കർത്തവ്യങ്ങളെ എന്നിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യുക, എന്നാൽ എന്റെ പ്രസാദം ഉണ്ടായിരിക്കും. ഇങ്ങനെ ഭഗവാൻ ദേവേന്ദ്രനെ ഉപദേശിച്ചു. പിന്നെതാ സുരഭി സന്തോഷ ആശ്രുക്കളാൽ ആറാടി ഭഗവത്പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, ഭഗവാനെ, അവിടുന്ന് ഭൂഭാരഹരണത്തിനായി അവതരിച്ച അവിടുന്നാണ് ഞങ്ങളുടെ ഈശ്വരൻ, അവിടുന്നാണ് ഞങ്ങളുടെ ഇന്ദ്രനും ഈശ്വരനും എല്ലാം എന്ന് പറയാണ് സുരഭി. അവിടുത്തെ ഗോവിന്ദമൂർത്തിയായി അഭിഷേകം ചെയ്യുവാൻ ബ്രഹ്മദേവൻ ഉപദേശിച്ചിട്ടുണ്ട്. സാക്ഷാൽ കാമധേനു ഇങ്ങനെ പ്രാർത്ഥിച്ച് തന്റെ അകിടിലുള്ള ആ ദിവ്യമായ പാലുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെ ഗോവിന്ദമൂർത്തിയായിട്ട് അഭിഷേകം ചെയ്തു. ദേവേന്ദ്രനും അതെ, ഐരാവതത്തിന്റെ തുമ്പിക്കൈയിലെടുത്ത ഗംഗാജലം കൊണ്ടും അഭിഷേകം ചെയ്തു ദേവേന്ദ്രൻ. ഈ സമയത്ത് തുമ്പുരു നാരദാദികള് ഗോവിന്ദ 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 എന്ന് വീണയിൽ പാടി സ്തുതിച്ചു ഭഗവാന്. ദേവേന്ദ്രൻ പാരിജാത പുഷ്പങ്ങള് കൊണ്ട് പുഷ്പവൃഷ്ടി നടത്തി ദേവസ്ത്രീകളെ നർത്തനം ചെയ്തു. ഇങ്ങനെ അത്യത്ഭുതകരമായിട്ടുള്ള ഗോവിന്ദാഭിഷേകം നടന്നു. സുരഭി സമേതം ഇന്ദ്രാദികള് സ്വർഗത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ഗോവിന്ദാഭിഷേകത്തിന് ശേഷം വൃന്ദാവനം കുറെ കൂടി ഐശ്വര്യത്തെ പ്രാപിച്ചു എന്നാണ് പറയുന്നത്. അഥ ശ്രീമദ് ഭാഗവത ദശമസ്കന്ധ സപ്തവിംശോധ്യായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൻ സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേൽ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം പാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഗംഗണപതയേ നമഃ. സംസരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ശുക ഉവാച. ഗോവർദ്ധനേ ധൃതേ ശൈല ആസാരാത് രക്ഷിതേ വ്രജേ ഗോലോകാദാവ്രജൽ
കൃഷ്ണം സുരഭി ശക്രയേവച. ശ്രീകൃഷ്ണൻ ആ ഗോവർദ്ധന പർവ്വതത്തെ ഒക്കിപ്പിടിച്ച ഗോകുലത്തെ വർഷത്തിൽ നിന്ന് രക്ഷിച്ചപ്പോ ഭയം നിമിത്തം ഇന്ദ്രനും സന്തോഷ നിമിത്തം കാമധേനുവിനും ആ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ശ്രീകൃഷ്ണ ഭഗവാന്റെ സമീപത്ത് വന്നു. തന്റെ ദുരഹങ്കാര നിമിത്തം ശ്രീകൃഷ്ണന് പരിശ്രമം നൽകിയത് ഇന്ദ്രന് ഭയഹേതു അല്ലെ. പശുക്കുട്ടികളെ രക്ഷിച്ചതുകൊണ്ട് കാമധേനുവിന് സന്തോഷം ഹേതു. വിവിക്ത ഉപസംഗമ്യ വ്രീഡിത കൃതഹേളന പസ്പർശപാദയോരേനം കിരീടേനാർക്ക വർച്ചസ. ശ്രീകൃഷ്ണൻ ഭഗവാൻ പരിപാലിക്കണ ആ ഗോകുലത്തെ നശിപ്പിക്കാൻ ഘോര വർഷരൂപമായ അപരാധം ചെയ്തില്ലേ ഇന്ദ്രൻ. അപ്പൊ എല്ലാവരുടെ മുമ്പിൽ ചെന്ന് കാണാൻ ലജ്ജയായി ഇന്ദ്രന്. അപ്പൊ ദേവേന്ദ്രൻ ആരുമില്ലാതെ തനിയെ ഇരിക്കുന്ന സമയത്ത് ഭഗവാന്റെ സമീപത്ത് ചെന്ന് സൂര്യനെ പോലെ പ്രകാശിക്കുന്ന ആ കിരീടം കൊണ്ട് പാദപങ്കജം തലോടി. അതിമനോഹരമായ അത്രയും രത്നങ്ങൾ പതിച്ച കിരീടം ആ ഭഗവാന്റെ പാദത്തിൽ സ്പർശിക്കുമാറ് ദണ്ഡ നമസ്കാരം ചെയ്തു. ദൃഷ്ടശ്രുതാനുഭാവോസ്യ കൃഷ്ണസ്യാമിത തേജസ നഷ്ടത്രിലോകേശമദ ഇന്ദ്രാഹ കൃതാഞ്ജലി. ഭഗവാൻ മഹാപ്രഭാവമുള്ളവനാണെന്ന് ആ പൂതനെ കൊന്നതുകൊണ്ടും മറ്റും കേട്ടറിഞ്ഞിട്ടുണ്ട് ദേവേന്ദ്രൻ. അപ്പൊ ഗോവർദ്ധന പർവ്വതത്തെ അങ്ങനെ ലീലയായിട്ട് ധരിച്ച ഈ അവസരത്തിൽ ഇത് കണ്ടപ്പോ ആ മഹാപ്രഭാവം ശരിക്കും മനസ്സിലായി. അപ്പോഴാണ് പൂർണ്ണമായിട്ടും മനസ്സിലായത്. അതുകൊണ്ട് ഇന്ദ്രന് ഞാൻ 3 ലോകങ്ങൾക്കും ഈശ്വരനാണ് എന്നുള്ള ആ മതം തീരെ നശിച്ചു. അതുകൊണ്ട് നമസ്കരിച്ച് അഞ്ജലി ബന്ധം ചെയ്തുകൊണ്ട് അങ്ങനെ സ്തുതിക്കുകയാണ് ഭഗവാൻ. ഇന്ദ്ര ഉവാച വിശുദ്ധ സത്വം തവ ധാമശാന്തം തപോമയം ധ്വസ്തരജസ്തമസ്കം മായാമയോയം ഗുണസംപ്രവാഹോ ന വിദ്യതേ തേ ഗ്രഹണാനുബന്ധ. ദേവേന്ദ്രൻ 10 ശ്ലോകങ്ങൾ കൊണ്ടാണ് ഭഗവാനെ സ്തുതിക്കുന്നത്. താൻ ചെയ്ത അപരാധം ക്ഷമിക്കണം എന്ന് പ്രാർത്ഥിക്കാൻ ഭാവിക്കുകയാണ്. അങ്ങനെയുള്ള ദേവേന്ദ്രൻ ഭഗവാൻ തന്റെ നേരെ കാട്ടിയ അനുഗ്രഹത്തെയാണ് ആദ്യം പറയണത് 4 ശ്ലോകങ്ങൾ കൊണ്ട്. പ്രാകൃതന്മാരായ ഞങ്ങൾക്ക് ഭഗവാനെ അവിടുത്തെ സ്വരൂപം അറിയാൻ കഴിയില്ല. അത് ശുദ്ധ സത്വമയമായിരിക്കുന്നതിനാൽ ഏറ്റവും ശാന്തമാകുന്നു. എന്തുകൊണ്ടെന്നാൽ രജസ്സും തമസ്സും അങ്ങയിൽ ലേശവും ഇല്ലാത്തത് കൊണ്ട് ശുദ്ധ സത്വമാണ്, ഏറ്റവും ശാന്തവുമാണ്. ഗുണങ്ങള് സാധാരണ നിലയിൽ അന്യോന്യം കലർന്നിരിക്കും, അപ്പോ വികാരങ്ങൾ ഉണ്ടാകും. രജസ്തമസ്സുകളുടെ സമ്മേളനം ഒട്ടുമില്ലാതിരിക്കുന്ന ശുദ്ധ സത്വമായതുകൊണ്ട് അവിടുന്ന് ശുദ്ധമേ ശാന്തമാകുന്നു. അതുകൊണ്ട് ഞങ്ങളെ പോലെ സംസാര ബന്ധവും അവിടത്തേക്കില്ല. ഗുണങ്ങളുടെ അന്യോന്യ സമ്മേളനം കൊണ്ട് മാത്രമാണ് സംസാരം ഉണ്ടെന്നൊക്കെ തോന്നണത്. ഗുണാതീതനോ സംസാര ബന്ധവുമില്ല. എങ്ങനെയെന്നാൽ രജസ്തമസ്സുകളുടെ അനുബന്ധ നിമിത്തം ദേഹാദികളെ ആത്മാവാണെന്നുള്ള വിചാരം ജനിക്കും. ആ അറിവില്ലായ്മ കൊണ്ടാണ് സംസാര ബന്ധം ഉണ്ടാവുന്നത്. ഭഗവാനെ അവിടത്തേക്ക് അജ്ഞാന ബന്ധത്തിനോ ഒന്നും അവകാശമില്ലല്ലോ. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ സ്വരൂപം ജ്ഞാനമാകുന്നു. സത്വാൽ സംജായതേ ജ്ഞാനം, സത്വഗുണത്തിൽ നിന്ന് ജ്ഞാനം ഉണ്ടാകുന്നു എന്ന് ഭഗവാനെ അവിടുന്ന് തന്നെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അതിനാൽ ശുദ്ധ സത്വസ്വരൂപം ജ്ഞാനമാകയാൽ ഇരുട്ടും പ്രകാശവും ഒരു ദിക്കിൽ ഒരുമിച്ചിരിക്കാത്തതുപോലെ അറിവാകുന്ന സ്വരൂപമുള്ള നീന്തിരുവടിയിൽ ദേഹാത്മഭാവനയാകുന്ന അറിവില്ലായ്മ ലേശവും ഉണ്ടാവാൻ അവകാശമില്ലാത്തത് കൊണ്ട് അജ്ഞാനകാലത്തിൽ മാത്രം ഉള്ളതുപോലെ പ്രകാശിക്കുന്ന മായാമയമായ സംസാരബന്ധം നീന്തിരുവടിക്കില്ല. കുതോനു തത്തേതവ ഈശ തൽകൃത ലോഭാദയോ യേ അബുധലിംഗഭാവ തഥാപി ദണ്ഡം ഭഗവാൻ ബിഭർത്തി ധർമ്മസ്യ ഗുപ്തേ ഖലനിഗ്രഹായ. അജ്ഞാനവും അത് നിമിത്തമുണ്ടാകുന്ന ദേഹാത്മബുദ്ധിയും ഇല്ലെന്ന് വന്നാൽ പിന്നെ രാഗലോഭാദി വൃത്തികളില്ലെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തുകൊണ്ടെന്നാൽ ദേഹത്തിന്റെ നശ്വരാവസ്ഥയെയും ആത്മാവിന്റെ സത്യാവസ്ഥയെയും അറിയാതെ ദേഹത്തെ ആത്മാവായിട്ട് തെറ്റിദ്ധരിക്കുമ്പോൾ ദേഹത്തില് അഹംബുദ്ധിയും ദേഹസംബന്ധികളില് മമതയും ഉണ്ടാവുന്നു. ഈ ഭാവങ്ങൾ അറിവില്ലായ്മ നിമിത്തം ഉണ്ടാവുന്നതാണ്. അതിനാൽ രാഗം, ദ്വേഷം മുതലായ വൃത്തികള്
അടിക്കടി അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാ പ്രവൃത്തികളും പുണ്യപാപ സ്വരൂപങ്ങളായിരിക്കുകയും ചെയ്യും. ഇങ്ങനെ പുണ്യപാപ കർമ്മങ്ങളുടെ ഫലങ്ങളായ സുഖദുഃഖങ്ങള് അനുഭവിക്കാൻ വീണ്ടും വീണ്ടും ശരീരങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് എന്താ, സംസാര ബന്ധത്തിൽ നിന്ന് വിട്ടുപോകാൻ സാധിക്കില്ല. ഇങ്ങനെ സംസാരത്തിന്റെ ആണിവേരുകളായ ലോഭാതിവൃത്തികള് ദേഹാത്മബുദ്ധിയുള്ളവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. നിത്യശുദ്ധ ബുദ്ധസ്വരൂപനായ നീന്തിരുവടിക്ക് ആ ഭാവങ്ങൾ ഒട്ടുമില്ല. എങ്കിലും നീന്തിരുവടി അവിടുന്ന് ശിക്ഷാദി വ്യാപാരങ്ങള്, രക്ഷയും ശിക്ഷ മുതലായിട്ടുള്ള രക്ഷാശിക്ഷാദി വ്യാപാരങ്ങള് ലൗകികന്മാര് ചെയ്യണ പോലെ നടത്തണം എന്ന് മാത്രം. എന്താണ് ഭഗവാൻ ഇങ്ങനെ ശിക്ഷിക്കേണ്ട ആവശ്യം വരണത് എന്ന് വെച്ചാൽ, എന്നെ പോലെയുള്ള മൂഢന്മാരുടെ അഹങ്കാരം നശിപ്പിച്ച് നീന്തിരുവടിയുടെ പാദപങ്കജ ഭജനാത്മക ധർമ്മം ലോകത്തിൽ നിലനിർത്തുവാൻ വേണ്ടിയിട്ടാണ് മാത്രമാണ് അവിടുന്ന് ഇങ്ങനെ ഈ ശിക്ഷകള് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ദേവേന്ദ്രൻ അത് മനസ്സിലായി. അങ്ങനെ ദേവേന്ദ്രൻ പറയണു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.